ഹായ്. ഞാൻ എൻ്റെ ചാനലിൽ ഞാനൊരു രേണുസുതിക്ക് വേണ്ടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു 2-3 നെഗറ്റീവ് കമൻറ്റുകൾ നമുക്ക് വന്നു. അതായത് വെച്ചിട്ട് കൂടി, രേണുവിനെ പിടിച്ചൊരു ഉമ്മ കുറേ, 18 വയസ്സുള്ളൊരു മോനില്ല, ഇങ്ങനെയൊക്കെ 2-3 കമൻറ്റുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആരുമല്ല രേണുസുതി, എല്ലാവരും കൂടെ ചേർന്ന് ആ ഒരു കുടുംബത്തെ തലങ്ങും വിലങ്ങും ഇട്ടടിക്കുന്നത് കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടു. അതായത് 2 മക്കളെ വളർത്തുന്ന ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ദുരിതമൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയും കൂടാണ് ഞാൻ. അപ്പോൾ അവരെ ഇങ്ങനെ എല്ലാവരും കൂടെ കൊല്ലുന്നത് കണ്ടപ്പോൾ എനിക്ക് മാനസികമായിട്ട് വിഷമം വന്നാണ് ഞാനൊരു വീഡിയോ ഇട്ടത്. ഇപ്പോൾ അവർ ചെയ്യുന്നു എന്ന് പറയുന്നത്, അവരുടെ ഭർത്താവ് ഒരു കലാകാരനായിരുന്നു. ആ കലയിലൂടെ തന്നെ അവരുടെ മക്കളെ ഇത്രയൊക്കെ വളർത്തിയെടുത്തത് ഒക്കെ അയാൾ മരിച്ചുപോയി. അത് അവർ തുടരുന്നു എന്നേ ഉള്ളൂ. പിന്നെ അവർ കെട്ടിപ്പിടിക്കുന്ന അത് ചെയ്യുന്ന ഇത് ചെയ്യുന്ന പറഞ്ഞാൽ അത് അവരുടെ ജോലിയുടെ ഒരു ഭാഗമാണ്. അത് നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. കാര്യം അങ്ങനെ പറയാനാണെങ്കിൽ കലാകാരന്മാരെല്ലാവരും, അതായത് സിനിമയിലായാലും നമ്മളെ സീരിയലിലായാലും നാടകത്തിലായാലും എല്ലാവരും അഭിനയിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെ. ഒരുപാട് ഭൂരിപക്ഷം ആളുകൾ ഇങ്ങനെയൊക്കെ തന്നെ അനുഭവിക്കുന്നത്. അവരും ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് നെഗറ്റീവൊക്കെ കേട്ടിട്ടും കണ്ടും കേട്ടും മടുത്തും എടുത്തും അവരും കുഴഞ്ഞ്, എന്നിട്ടും അവരതൊന്നും നിർത്താതെ അവരത് നിർത്തിക്കൊണ്ട് പോകുന്നത് അവരുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ്. അത് അവരുടെ മക്കളെ വളർത്താനാണ് അവരാ തൊഴിൽ ചെയ്യുന്നത്. അത് അവരുടെ ഒരു ജോലിയാണ്. അതാണ് നമ്മൾ നോക്കേണ്ടത്. അത് അവർ ചെയ്യുന്നൊരു ജോലിയാണ്. ഇപ്പം തന്നെ സിനിമാ നടരൊക്കെ അങ്ങനെ ഒക്കെ അഭിനയിക്കുന്നുണ്ടല്ലേ നമ്മളും പോയിരുന്നു സിനിമ കാണുന്നത്. അവയ്ക്ക് പിന്നെ നമ്മളെന്തിനാണ് പോയി സിനിമ കാണുന്നത്? അവർ അതിനകത്ത് കാണിക്കുന്ന രംഗങ്ങളെ കണ്ടാൽ നമ്മളെ കുടുംബമായിട്ടൊക്കെ അല്ലേ പോയി സിനിമ കാണുന്നത്. അതെന്തെല്ലാം കാണിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഓരോ കുടുംബങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാവത്തില്ലേ? അതെല്ലാം തരണം ചെയ്ത് അവരിങ്ങനെ ഒന്ന് അഭിനയിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ മക്കളെ വളർത്താൻ വേണ്ടിയാണ്. എല്ലാവരും ഓരോരോ തൊഴിൽ ചെയ്യുന്നത് സ്വന്തമായിട്ട് കടകളിൽ കയറി ഓരോന്ന് മേടിച്ച് തിന്ന് അടച്ചാണി നടക്കാനൊന്നും അല്ല, മക്കളെ വളർത്താനാണ്. നിങ്ങൾ ചോദിക്കും തോന്നിയാസങ്ങൾ കാണിച്ചിട്ടാണ് മക്കളെ അവരെന്ത് തോന്നിയാസമാണ് കാണിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്ത കാര്യം. നമ്മളെ സിനിമയിൽ തന്നെ സിനിമാ നടരായാലും നടിമാരായാലും നടന്മാരായാലും എല്ലാവരും അഭിനയിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടും കേട്ടും ഒക്കെയാണ് നമ്മളുമൊക്കെ ഇവിടം വരെ ആയത്. അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് രേണുസുതി കാണിക്കുന്നത്. അവർക്ക് അവരുടെ മക്കളുണ്ട് എന്നുള്ളൊരു ബോധം അവർക്ക് ഇല്ല എങ്കിൽ പിന്നെ നമ്മളെന്തിനാണ് അവരെ ഓരോന്ന് പറയാൻ നടക്കുന്നത്? അതൊക്കെ അവരവർ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. എങ്കിൽ ചോദിക്കുക, അവരൊരു തൊഴിലല്ലേ ചെയ്യുന്നത്? അവർ ചെയ്യുന്ന ഒരു തൊഴില എന്ന് നമ്മൾ കരുതിയാൽ മതി, വേറെ കാര്യമൊന്നുമില്ല. അല്ലാതെ ചുമ്മാതെ കയറി അവരെ ഓരോന്ന് ചെയ്യുന്ന കണ്ട് ആ ഒരു ഭാഗം എടുത്തും കൊണ്ട് അങ്ങോട്ട് അതിനെ തുടർന്നൊക്കെ അങ്ങ് എടുത്തിട്ട് അടിക്കുക, പിടിക്കുക, എടുക്കുക, എന്തൊക്കെ മേളങ്ങൾ ആ രേണുസുതി ആൾക്കാരിട്ട് നിർത്തി പൊരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വരുന്ന വാർത്തകൾ 1 കെട്ടി 2 കെട്ടി 3 കെട്ടി, ഇപ്പോൾ അതൊന്നും കാണുന്നില്ല. ഇതൊക്കെ എന്തുവാ ഇതൊക്കെ നമ്മളെ ഒരു തൊഴിലോട്ട് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഈ കലാകാരികൾ തന്നെ അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കിന് അവരുടെ ഓരോ കാര്യങ്ങളും പൊക്കിയെടുത്തുകൊണ്ട് വരും. അവരങ്ങനായിരുന്നു, ഇങ്ങനായിരുന്നു, മാടയാന്ന് കോടയാന്ന്, അതൊക്കെ കണ്ടുപിടിക്കാനും വീഡിയോ എടുക്കാനും അതൊക്കെ അങ്ങോട്ട് എടുത്തിട്ട് കാണിക്കാനും ഒക്കെ ആയിട്ട് കുറേ ആൾക്കാർ അങ്ങ് അവരുടെയൊക്കെ പുറകെ നടക്കുക. എന്തോതിനാണോ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഓരോരുത്തർക്ക് ഇപ്പോൾ 18 വയസ്സുള്ള മോനുണ്ട് എന്ന് രേണുവിന് തോന്നണം. രേണുവിന് തോന്നുന്നില്ലെങ്കിൽ പിന്നെ നാട്ടുകാർക്ക് എന്താണ് ചെയ്തത്? രേണുവിന് ആ കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ? അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണ്ടേ? ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ഒരു ജോഡി മൊത്തത്തിലൊരു ആൺകുട്ടിയുടെ ഒരു ജോഡി ഡ്രസ്സ് എടുക്കണമെങ്കിൽ, ഇപ്പം ഞാനിവിടെ 2 ആമക്കളുള്ള അമ്മയാണ്. ഇപ്പോൾ അവർക്കൊരു ഷൂ മേടിക്കണമെങ്കിൽ തന്നെ 850-900 രൂപ വേണം, നല്ലൊരു ഷൂ മേടിക്കണമെങ്കിൽ. അതുപോലെ തന്നെ അവർ വളർന്നു വന്നവർക്ക് ഇച്ചിരി നീളം വണ്ണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 1000 രൂപ കുറയാതെ അവർക്കൊരു ജീൻസ് ഇല്ല. അതുപോലെ 850 രൂപ 900 രൂപ എടുക്കണം ഒരു ഷർട്ട് മേടിക്കണമെങ്കിൽ. ഇതൊരു സാധാരണക്കാരെ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണോ? അത് 2 മക്കളുണ്ടെങ്കിൽ 2 പേർക്കും ഒരുപോലെ മേടിക്കണമെങ്കിൽ ഇത് എങ്ങനെയാണ്? അവരെ വീട്ടിൽ അവർ തലയെ മടക്കി കുത്തിയെടുത്തുകൊണ്ട് അവരെ വീട്ടിൽ കുത്തിയിരുന്ന ഇതങ്ങനെ വല്ലതും നടക്കുമോ? ഈ നെഗറ്റീവ് ഇടുന്നവർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ എന്തെങ്കിലും അവരെ സഹായിക്കാൻ പറ്റുമോ? ഈ പറയുന്ന എനിക്ക് പോലും സഹായിക്കാൻ പറ്റത്തില്ല, അല്ലേ? നമ്മളെ മക്കളെ വളർത്താൻ നോക്കുമോ? നമ്മൾ മറ്റുള്ളവരുടെ മക്കൾക്ക് ഒരു നോക്കി ചോദിക്കും. നമ്മളെ കൊണ്ട് കഴിയുന്ന നമ്മൾ ഓരോ സഹായങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടാണ് ഞാൻ. എനിക്കില്ല, ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്, എങ്കിൽ തന്നെയും തീരെ നിവൃത്തിയില്ലാത്ത ആളുകൾ എന്നെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്ത് കുറേ കാലമായിട്ട് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയും കൂടാണ് ഞാൻ.
അപ്പോൾ അല്ല, ഞാൻ രേണുവിൻ്റെ ആരുമല്ല, ഒന്നുമല്ല. അവരുടെ ആ എല്ലാവരും ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടു എന്നേ ഉള്ളൂ. അല്ലാതെ രേണുസുതിയെ ഞാൻ ചെന്ന് ഉമ്മ കൊടുക്കാമെന്ന് പറഞ്ഞാൽ, രേണുസുതി എൻ്റെ മുന്നിൽ വന്ന് നിന്നാൽ തീർച്ചയായിട്ടും ഞാനൊരു ഉമ്മ കൊടുക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ തന്നെ ഞാനത് വീഡിയോ ഇടുകയും ചെയ്യും. അപ്പോൾ ഈ ഉമ്മ കൊടുക്കൂ എന്ന് പറഞ്ഞവർക്ക് അതൊരു സമാധാനമാവട്ടെ. അതുപോലെ തന്നെ വെച്ചിട്ട് പോടിയെന്ന്, വെച്ചിട്ട് പോകുന്നത് എവിടെ? ഞാൻ എൻ്റെ വീട്ടിൽ ഇരുന്നാണ് വീഡിയോ എടുത്തത്. വെച്ചിട്ട് പോകാൻ പറഞ്ഞാൽ എൻ്റെ വീട് വിട്ടു പോകാൻ എനിക്ക് വേറൊരിടമില്ല. എൻ്റെ അമ്മയൊക്കെ താമസിക്കുന്നത് എൻ്റെ ആങ്ങളയുടെ കൂടാണ്. അത് അവരുടെ വീടാണ്. അവിടെ ചെന്ന് നിൽക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. കാര്യം തന്നെ അവരെ കുടുംബമായിട്ട് കഴിയുന്നതാണ്. ഞാൻ എൻ്റെ കുടുംബമായിട്ട് ഇവിടെ താമസിക്കുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വെച്ചിട്ട് പൊടി എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് പോകാൻ പറഞ്ഞാൽ ഈ വീഡിയോയുടെ മുന്നിൽ നിന്ന് ഇറങ്ങി പോകണമെന്നാണ്. ഈ വീഡിയോ ഇടുന്നത് എൻ്റെ വീട്ടിൽ ഇരുന്നാണ്. ആ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ പോകാനാ? ഈ ഇറങ്ങി പൊടി എന്ന് പറയുന്നൊരു അഡ്രസ്സ് ഇട്ട് തന്നിരുന്നെങ്കിൽ ഞാൻ വേണമെങ്കിൽ അങ്ങോട്ടങ്ങനെ വന്ന് നിൽക്കാമായിരുന്നു. എൻ്റെ മക്കളെടുത്ത് ഹസ്ബൻഡ് അടുത്തൊക്കെ ചോദിച്ചിട്ട് വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നേ. അല്ലാതെ എനിക്ക് ഇറങ്ങിപ്പോൾ വേറെ ഒരിടമില്ല. മനസ്സിലായ? അത് നെഗറ്റീവ് ഇടുന്നുണ്ട്. നമ്മളുമൊക്കെ സ്ത്രീകളല്ലേ, എന്തിനാ ഇങ്ങനെ ഇവരെ ഇങ്ങനെ ഇട്ടങ്ങ് കൊല്ലാക്കൊല ചെയ്യുന്നത്? അവരവരെ കാര്യം നോക്കി അവർ ജീവിക്കട്ടെ. അവർ ഒരു നാടകമായാലും സീരിയലായാലും റീലായാലും ഒക്കെ ചെയ്ത് അവരവരെ കൊച്ചുങ്ങളെ വളർത്തി അവർ ജീവിച്ചു പോട്ട്. അത് ആർക്കാണ് നഷ്ടം? ആർക്കാണ് ഛേദം? ഞാൻ ചോദിക്കട്ടെ, അവർക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതുകൊണ്ടല്ലേ അവരെ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഇട്ടങ്ങ് കൊല്ലുന്നത് അല്ലേ? അവരുടെ ഒരു ഹസ്ബൻഡോ ഒരു ആങ്ങളെയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയല്ലേ ഈ ആൾക്കാർ മൊത്തം അവരെ ഇങ്ങനെ വലിച്ചു കീറുന്നത്. അവർക്കൊരു ഹസ്ബൻഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് പ്രതികരിക്കാൻ ഇറങ്ങിയിരുന്നെങ്കിൽ ഇതൊക്കെ അവിടെ ചെന്ന് അവസാനിച്ചേനെ. എന്തിനാ കാര്യങ്ങളൊക്കെ ജീവിക്കുക? ഇപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ചാനലുണ്ട്, ഒരു യൂട്യൂബ് ചാനലുണ്ട്, നമുക്ക് വീഡിയോ ഇടണം. അപ്പോൾ അവരെ തന്നെ തിരഞ്ഞെടുത്ത് വീഡിയോ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു വീഡിയോ ഇടാൻ. ഒന്നുമില്ലെങ്കിൽ അടുക്കളയിൽ വെക്കുന്ന മീൻകറിയെങ്കിലും എടുത്ത് വീഡിയോ ഇട്ടാൽ അതൊരു യൂട്യൂബ് ചാനലായി. അതെല്ലാം കളഞ്ഞും വെച്ച് ഒരു ജോലിയില്ലാതെ നേരം വെളുത്തൊരു മൊബൈലും എടുത്ത് വെച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടും കൊണ്ട് രേണു സുധി എന്നും പറഞ്ഞുകൊണ്ട് അവരെക്കൊള്ളയൊക്കെ ആ മൊബൈൽ മറ്റുള്ളവർ കാണിക്കുന്നതും പൊത്തി എടുത്തും കൊണ്ട് വന്നിരുന്നുകൊണ്ട് ഇതിനകത്തോട്ടിട്ട് അവരെ അങ്ങ് നിരന്തരം അങ്ങ് വലിച്ചു കീറുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും അവർക്ക് വേണ്ടി രണ്ട് വാക്ക് പറയാൻ ഇറങ്ങി. അതാ രേണു സുധി എൻ്റെ അപ്പച്ചിയുടെ മോളും അല്ല, എൻ്റെ മരുമോളും അല്ല, എൻ്റെ മോളും അല്ല, ആരുമല്ല. ആ ഒരു കുടുംബത്തെ വലിച്ചു കീറുന്ന കണ്ടപ്പോൾ അങ്ങനെ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഉത്തരവാദിത്തമായിട്ടും ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏതൊരമ്മയ്ക്കും തോന്നുന്ന ഒരു വികാരമാണ് എൻ്റെ ആ വീഡിയോ. അല്ല, അതിനകത്ത് വേറെ ഒരു കാര്യവുമില്ല. രണ്ട് മക്കളെ എങ്ങനെ വളർത്തുന്ന കഷ്ടപ്പാട്, ദൂരത, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഡ്രസ്സ്, ഇതൊക്കെ ഒരുപാട് അനുഭവിച്ചും കണ്ടും കേട്ടും അനുഭവിച്ചും ദുഃഖിച്ചും മുന്നോട്ട് വന്നൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് അവരെ ഇങ്ങനെ വലിച്ചു കീറുന്നത് കണ്ടപ്പോൾ എനിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു വിഷമം തോന്നി ഞാനൊരു വീഡിയോ ഇട്ടത്. മനസ്സിലായി? അല്ല, എനിക്ക് ഇതിലൊന്നും ഒരു കാര്യവുമില്ല. അല്ല, ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നതുകൊണ്ട് എന്തെങ്കിലും അങ്ങ് വീഡിയോ ഇടാമെന്ന് പറഞ്ഞ് ഞാൻ കയറി വീഡിയോ ഇട്ടതല്ല. എനിക്ക് വേണമെങ്കിൽ എൻ്റെ അടുക്കളയൊക്കെ ചെയ്യുന്ന പാചകം വേണമെങ്കിൽ എനിക്കിടാം. എനിക്ക് അങ്ങനെയെങ്കിലും ഇടാം. അല്ലെ ഞാൻ ജോലിക്ക് പോകുമ്പോൾ വഴി കാണുന്ന ഏതെങ്കിലും ഒരു വീഡിയോ എടുത്ത് വേണമെങ്കിൽ ഇടാം. എന്ത് വേണമെങ്കിലും ഇടാം. ഒരു മഴ പെയ്യുന്ന വീഡിയോ ഇടാം. എന്തായാലും ഞാൻ ഒരു മഴ പെയ്യുന്നൊരു വീഡിയോ ഇട്ടാൽ അതൊക്കെ ഇട്ട് പോകണം. അതാകുമ്പോൾ ആർക്കും ഒരു ദോഷവും ഇല്ലല്ലോ. മറ്റുള്ളവരെ ദോഷം ചെയ്ത് കുറേ കമൻറ്റും വാങ്ങിച്ച് കുറേ ലൈക്കും മേടിച്ച് കുറേ സബ്സ്ക്രൈബും മേടിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിച്ചിട്ട് എന്തോ ഒരു വില ഒരു കുടുംബത്തെ കൊന്നിട്ട് അതിനൊന്നും ഒരു കാര്യവുമില്ല. നമ്മൾ ആരെയും ദ്രോഹിക്കാതെ ജീവിക്കുക, അത്രയേ ഉള്ളൂ. നമ്മളെ കാര്യം നോക്കുക, നമ്മളേതായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ വീഡിയോ ഇടുക, അത്രയേ ഉള്ളൂ. അല്ലാതെ അവരെ ഇങ്ങനെ നിരന്തരം ദൈവത്തെ ഓർത്ത് ഇങ്ങനെ ഉപദ്രവിക്കാതിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ കലാകാരന്മാരെയും എടുത്ത് വലിച്ചു കീറുക. അതൊന്ന് വയ്യേ അങ്ങോട്ട് ചെല്ലാൻ പറയുന്നത്. അവർ ഒരു വട്ടേ വലിച്ചു കീറും, പിന്നെ അവർ വന്ന് 10 വട്ടം വലിച്ചു കീറി വെച്ചിട്ടങ്ങ് പോകും. ഇവർക്ക് അങ്ങനെ വരാൻ ആളില്ലാത്തതുകൊണ്ട് നിരന്തരം എടുത്തിട്ടങ്ങ് അവർ ആ ബാഗൊക്കെ തൂക്കി ആ റീല് ചെയ്യാനും അതിനൊക്കെ വണ്ടിയിൽ നിന്ന് ബസ്സിലൊക്കെ വന്ന് ഇറങ്ങി വരുന്ന ആ ഒരു രംഗമൊക്കെ ഓർക്കുമ്പോൾ വളരെ വളരെ കഷ്ടമാണ്. ഈ കമൻ്റ് ഇടുന്നവർക്ക് പറ്റുമെങ്കിൽ അവരെ കുടുംബത്തെ രക്ഷിക്കാൻ നോക്കുക. അവരുടെ അടുത്ത് നിന്ന് നേരിട്ട് അവരെ വീട്ടിൽ ചെന്ന് കണ്ടിട്ട് അവിടെ ഇരി, നിൻ്റെ മക്കളെയും കുടുംബത്തെയും ഞങ്ങൾ മാസം കൊണ്ടുവന്നൊരു തുക തരാം, നീ ഇവിടെ ഇരി, നീ അഭിനയിക്കണ്ട എന്ന് പറയാൻ ആരെങ്കിലും കൊണ്ട് പറ്റുന്നുണ്ടോ? അതായത് നിങ്ങളൊക്കെ ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്നത് എന്തിനാണ്? നിങ്ങളെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ. അതേ കണക്കാണ് അവർ അഭിനയിച്ച് ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള അഭിനയമൊക്കെ നടത്തിയെങ്കിലേ നിങ്ങൾക്ക് അതൊക്കെ കാണിച്ച് നിങ്ങൾക്ക് കാശുണ്ടാക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അവരെ ഉപദ്രവിക്കുന്നത് എന്തിനാണ്? അവരെ ഇങ്ങനെ നിരന്തരം ഉപദ്രവിച്ചാലല്ലേ നിങ്ങളെ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തുള്ളൂ, അല്ലേ? അതല്ലേ നിങ്ങൾ അവരെ പുറകെ നടക്കുന്നത്. അത് നിങ്ങളെ മക്കളെ വളർത്താൻ വേണ്ടിയില്ലേ നിങ്ങൾ അവരെ പുറകെ നടന്നവരൊന്ന് പൊക്കി എടുത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പം അവരും അതേ കണക്ക് അവരവരെ മക്കളെ വളർത്താനും ജീവിക്കാനും വേണ്ടിയാണ് അവരും അത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളങ്ങനെ ചിന്തിച്ചാൽ പോരെ? എനിക്കിത്രയൊക്കെ പറയാനുള്ളൂ. നെഗറ്റീവ് കമൻ്റൊക്കെ ഇടുന്നത് കൊണ്ട് എനിക്ക് എൻ്റെ മൊബൈൽ നെഗറ്റീവ് കമൻ്റ് ഇടുന്ന പറഞ്ഞാൽ എനിക്ക് ഒരു വിഷമവും ഇല്ല. അങ്ങനെയുള്ള ഞാനൂൽ ഒന്നും അല്ല ഞാൻ. ഇട്ടോ, എനിക്കതിലൊരു വിഷമവും ഇല്ല. ബായ്.